ഹൊർമാസ് കോപ്പറേറ്റീവ് സ്റ്റഡീസിൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. 2023 സഹകരണ ഭേദഗതി അതിനെപ്പറ്റി ആണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ക്ലാസ്സുകളിലെല്ലാം അതിനെപ്പറ്റി കണ്ടുകൊണ്ടിരുന്നു. ഇന്ന് നമ്മൾ അടുത്ത ഭേദഗതി ഏതിലാണ് വന്നിരിക്കുന്നത്, ഏത് സെക്ഷനിലാണ് എന്ന് നമുക്ക് നോക്കാം. 57E വരെയാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത്. പുതിയൊരു സെക്ഷനാണ് 57E. അതിൽ വരെ വന്നിരിക്കുന്ന മാറ്റങ്ങളെ പറ്റിയാണ്. ഇനി 59ാമത്തെ സെക്ഷൻ, അതായത് റെസ്ട്രിക്ഷൻ ഓൺ ലോൺസ്, വായ്പയിലുള്ള നിയന്ത്രണം, അതാണ് 59ാമത്തെ സെക്ഷൻ. നിലവിലുള്ളതാണ് റെസ്ട്രിക്ഷൻ ഓൺ ലോൺസ്. അതിൽ ഇപ്പോഴുള്ള സബ്സെക്ഷൻ 2-ന് ശേഷം കുറച്ച് കാര്യങ്ങളും കൂടെ ചേർക്കുകയാണ്. 2A എന്നും പറയുന്ന ഒരു ക്ലോസും കൂടെ ചേർക്കുകയാണ്. സബ്സെക്ഷൻ 2-ൽ പറയുന്നുണ്ട്, നോട്ട്വിത്ത്സ്റ്റാൻഡിങ് എനിത്തിങ് കണ്ടെയ്ൻഡ് ഇൻ സബ്സെക്ഷൻ 1, എ സൊസൈറ്റി മേ മേക്ക് എ ലോൺ ടു എ ഡെപ്പോസിറ്റർ ഓൺ ദി സെക്യൂരിറ്റി ഓഫ് ഹിസ് ഡെപ്പോസിറ്റ് എന്ന് പറയുന്നുണ്ട്. അതിനുശേഷം 2A എന്ന് പറയുന്ന ഒരു ക്ലോസ്, ഒരു സബ്സെക്ഷൻ, എ സൊസൈറ്റി ഷാൽ നോട്ട് സാങ്ഷൻ ലോൺസ് ഓർ അഡ്വാൻസസ് എക്സീഡിംഗ് ദ ഇൻഡിവിജ്വൽ മാക്സിമം ബോറോയിങ് പവർ (MBP) ഫിക്സ്ഡ് ബൈ ദ രജിസ്ട്രാർ ആൻഡ് ആസ് പ്രൊവൈഡഡ് ഇൻ ദ ബൈലോസ് ഓഫ് ദ സൊസൈറ്റി. ഫോർ എനി contravention of this provision, the chief executive and the committee of the cooperative society concerned shall be liable for punishment provided in subsection 7A of section 94 of the Act. ഇതാണ് അതിനകത്ത് പറഞ്ഞിട്ടുള്ളത്. അതായത് ഒരു സംഘം രജിസ്ട്രാർ നിശ്ചയിച്ചിട്ടുള്ളതും പ്രസ്തുത സംഘത്തിൻ്റെ ഉപനിയമങ്ങളിൽ അല്ലെങ്കിൽ ബൈലോയിൽ വ്യവസ്ഥ ചെയ്തിട്ടുള്ളതുമായ വ്യക്തിഗത പരമാവധി കടമെടുക്കൽ എന്ന് പറഞ്ഞാൽ IMBP ആണ്, ഇൻഡിവിജ്വൽ മാക്സിമം ബോറോയിങ് പവർ. വ്യക്തിഗത പരമാവധി കടമെടുക്കൽ അധികാരപരിധിയിൽ കവിഞ്ഞ യാതൊരു തുകയും അഡ്വാൻസായോ വായ്പയായോ അനുവദിക്കാൻ പാടില്ലാത്തതും ആകുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പ്രസ്തുത വായ്പയുടെ ഏതൊരു ലംഘനത്തിനും ബന്ധപ്പെട്ട സഹകരണ സംഘത്തിൻ്റെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറും കമ്മിറ്റിയും ആക്ടിലെ 94-ാം വകുപ്പിലെ 7A വകുപ്പിൽ പ്രതിപാദിച്ചിട്ടുള്ള ശിക്ഷയ്ക്ക് അർഹരാണ്. അപ്പം ശിക്ഷയെപ്പറ്റിയാണ് 94-ാമത്തെ വകുപ്പിൽ പറയുക സഹകരണ നിയമത്തിൽ. അപ്പോൾ അതിൽ 94-ാം വകുപ്പിൽ 7A എന്ന് പറയുന്ന ആ സബ്സെക്ഷനിൽ പറഞ്ഞിട്ടുള്ള ശിക്ഷയ്ക്ക് അർഹരായിരിക്കും അങ്ങനെയുള്ളവർ. അപ്പോൾ അതാണ് പറഞ്ഞത്, എ സൊസൈറ്റി ഷാൽ നോട്ട് സാങ്ഷൻ ലോൺസ് ഓർ അഡ്വാൻസസ് എക്സീഡിംഗ് ദ ഇൻഡിവിജ്വൽ മാക്സിമം ബോറോയിങ് പവർ ഫിക്സ്ഡ് ബൈ ദ രജിസ്ട്രാർ ആൻഡ് ആസ് പ്രൊവൈഡഡ് ഇൻ ദി ബൈലോസ് ഓഫ് ദ സൊസൈറ്റി. ഫോർ എനി contravention of this provision, the chief executive officer and the committee of the cooperative society concerned shall be liable for punishment provided in subsection 7A of section 94 of the Act. അപ്പോൾ വായ്പയിലുള്ള നിയന്ത്രണത്തെ പറ്റി തന്നെയാണ് അതിൽ 59ാമത്തെ വകുപ്പിൽ പറയുന്നതാണ്. അതിൽ 2A എന്ന് പറയുന്ന ഒരു പുതിയ വകുപ്പും കൂടെ ചേർത്തിരിക്കുകയാണ്. അതായത് ഒരു സംഘം രജിസ്ട്രാർ നിശ്ചയിച്ചിട്ടുള്ളതും ആ പ്രസ്തുത സംഘത്തിൻ്റെ ബൈലോയിൽ വ്യവസ്ഥ ചെയ്തിട്ടുള്ളതുമായ ഇൻഡിവിജ്വൽ മാക്സിമം ബോറോയിങ് പവറിൽ കവിഞ്ഞിട്ടുള്ള യാതൊരു തുകയും, അതായത് ഒരാൾക്ക് എടുക്കാവുന്ന, ഒരു വ്യക്തിക്ക് എടുക്കാവുന്ന, കടമെടുക്കാൻ പറ്റുന്ന തുകയിൽ കവിഞ്ഞ യാതൊരു തുകയും അഡ്വാൻസായിട്ടോ വായ്പയായിട്ടോ അനുവദിക്കാൻ പാടില്ല. ഇനി അങ്ങനെ ഈ വ്യവസ്ഥയ്ക്ക് എന്തെങ്കിലും വ്യവസ്ഥ ലംഘിച്ച് വന്നിട്ടുണ്ടെങ്കിൽ ആ ബന്ധപ്പെട്ട സഹകരണ സംഘത്തിൻ്റെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറും കമ്മിറ്റിയും ഈ സഹകരണ നിയമത്തിലെ 94-ാം വകുപ്പിലെ, അതായത് ശിക്ഷയെ പറ്റി പറയുന്ന വകുപ്പിലെ 7A സബ്സെക്ഷനിൽ പറഞ്ഞിട്ടുള്ള ശിക്ഷയ്ക്ക് അർഹരായിരിക്കുന്നതാണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്.
ഇപ്പോഴത്തെ പുതിയ ഒരു സാഹചര്യത്തിൽ അത് ആവശ്യമായിട്ടാണ് വന്നിരിക്കുന്നത്. അതുകൊണ്ടാണ് അങ്ങനെയുള്ള ഇത് വന്നിരിക്കുന്നത്. 94-ാം വകുപ്പിലെ ഒഫൻസസിനെ പറ്റിയാണ് പറഞ്ഞിരിക്കുക. അതിനകത്ത് 7A എന്ന് പറയുന്ന സബ്സെക്ഷൻ subsection 7A. If any person collecting the share money for a society in formation makes use of the funds so raised for conducting any trade or business in the name of the society to be registered or otherwise, he shall be punishable with the fine which may be extended to 5,000 rupees എന്നുള്ളതാണ്. അപ്പം അതിനകത്ത് 7A എന്ന് പറയുന്ന വകുപ്പിൽ പറഞ്ഞിരിക്കുന്ന ശിക്ഷ ഏതാണോ അതിനകത്ത് പറഞ്ഞിരിക്കുന്ന തുകയിലൊക്കെ ചില മാറ്റങ്ങൾ റൂൾസ് അമെൻഡ് ചെയ്യുമ്പോൾ വന്നേക്കാം. അതുകൊണ്ട് അതിപ്പോഴും അതിനെപ്പറ്റി നമ്മൾ നോക്കേണ്ട കാര്യമില്ല. 94 എന്ന് പറയുന്ന ശിക്ഷ എന്ന് പറയുന്ന ആക്റ്റിലെ ശിക്ഷകളെപ്പറ്റി പറഞ്ഞിരിക്കുന്ന അല്ലെങ്കിൽ ഒഫൻസസിനെ പറ്റി പറഞ്ഞിരിക്കുന്ന ആ വകുപ്പിൽ 7A എന്ന് പറയുന്ന വകുപ്പിൽ പറഞ്ഞിട്ടുള്ള ശിക്ഷയ്ക്ക് അർഹരായിരിക്കുന്നതാണ്. ഇനി 59 തന്നെ 59A 59B എന്ന് പറയുന്ന 2 പുതിയ സെക്ഷൻസും കൂടെ വന്നിട്ടുണ്ട്. 59Aയും 59Bയും. അപ്പോൾ 59-ാം വകുപ്പിന് ശേഷം റെസ്ട്രിക്ഷൻ ഓൺ ലോൺസാണ്. അതിന് ശേഷം 59A എന്ന് പറയുന്നത് എന്താണ് നോക്കാം. വാല്യുവേഷൻ ഓഫ് പ്രോപ്പർട്ടിയാണ്. വാല്യുവേഷൻ ഓഫ് പ്രോപ്പർട്ടി 59A. ദി വാല്യുവേഷൻ ഓഫ് ഇമ്മൂവബിൾ പ്രോപ്പർട്ടി ടു ബി പ്ലഡ്ജ്ഡ് ആസ് സെക്യൂരിറ്റി ടു എ കോപ്പറേറ്റീവ് സൊസൈറ്റി ഷാൽ ബി വാല്യൂഡ് ബൈ ആൻ ഓഫീസർ ഓർ ഓഫീസേഴ്സ് ഓതറൈസ്ഡ് ബൈ ദ കമ്മിറ്റി in cases where the loan amount is below 10 lakhs and where the loan amount exceeds 10 lakhs by a panel of 5 members consisting of 2 officers including the chief executive officer of the society and 2 members of the committee and an independent valuer authorized by the committee. അതാണ് 59A പറയുക. വാല്യുവേഷൻ ഓഫ് പ്രോപ്പർട്ടിയാണ്. സ്വത്തുക്കളുടെ മൂല്യനിർണ്ണയം സംബന്ധിച്ച ഒരു സഹകരണ സംഘത്തിന് ഈടായി പണയപ്പെടുത്തുന്ന സ്ഥാവര സ്വത്തിൻ്റെ മൂല്യനിർണ്ണയത്തിൽ വായ്പാ തുക 10 ലക്ഷത്തിൽ താഴെയായിരിക്കുന്ന സംഗതിയിൽ കമ്മിറ്റി അധികാരപ്പെടുത്തിയ ഒരു ഉദ്യോഗസ്ഥൻ അല്ലെങ്കിൽ ഉദ്യോഗസ്ഥരും വായ്പാ തുക 10 ലക്ഷത്തിൽ അധികരിക്കുന്ന സംഗതിയിൽ സംഘത്തിൻ്റെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറും കമ്മിറ്റിയിലെ 2 അംഗങ്ങളും കമ്മിറ്റി അധികാരപ്പെടുത്തിയ ഒരു സ്വതന്ത്ര മൂല്യനിർണ്ണയം നടത്തുന്നയാളും ഉൾപ്പെടെ 5 അംഗങ്ങളടങ്ങുന്ന ഒരു പാനലും മൂല്യനിർണ്ണയം നടത്തേണ്ടതാണ്. ഇങ്ങനെ വായ്പാ തുക 10 ലക്ഷത്തിൽ കവിയുന്ന അല്ലെങ്കിൽ അധികരിക്കുന്ന സന്ദർഭത്തിലാണ് പറഞ്ഞത്. സംഘത്തിൻ്റെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറും കമ്മിറ്റിയിലെ 2 അംഗങ്ങളും കമ്മിറ്റി അധികാരപ്പെടുത്തിയ ഒരു സ്വതന്ത്ര മൂല്യനിർണ്ണയം നടത്തുന്നയാൾ, അതായത് ഇൻഡിപെൻഡൻറ്റ് വാല്യൂവർ ഓതറൈസ്ഡ് ബൈ ദ കമ്മിറ്റി ഉൾപ്പെടെ 5 അംഗങ്ങൾ ഉള്ള ഒരു പാനലാണ് മൂല്യനിർണ്ണയം നടത്തേണ്ടത്. എന്നാൽ 10 ലക്ഷത്തിൽ താഴെയായിരിക്കുന്ന വായ്പാ തുക 10 ലക്ഷത്തിൽ താഴെയാണെങ്കിൽ അതിൻ്റെ മൂല്യനിർണ്ണയം നടത്തുന്നത് കമ്മിറ്റി അധികാരപ്പെടുത്തിയ ഒരു ഉദ്യോഗസ്ഥൻ അല്ലെങ്കിൽ ഉദ്യോഗസ്ഥർ മാത്രം മതിയാവും. ഇങ്ങനെയാണ് അതിന് 59A എന്ന് പറയുന്നത് വാല്യുവേഷൻ ഓഫ് പ്രോപ്പർട്ടിയാണ്, സ്വത്തുക്കളുടെ മൂല്യനിർണ്ണയം. ഈ 59B പറയുന്നത് പർച്ചേസ് ഓഫ് മൂവബിൾ ആൻഡ് ഇമ്മൂവബിൾ പ്രോപ്പർട്ടി ബൈ സൊസൈറ്റീസ്. സംഘങ്ങൾ സ്ഥാവര ജംഗമ വസ്തുക്കൾ വാങ്ങുന്നത് സംബന്ധിച്ച കാര്യമാണ്. സൊസൈറ്റീസ് ഷാൽ ഫോളോ ദ നോംസ് ആസ് മേ ബി പ്രിസ്ക്രൈബ്ഡ് വൈൽ അക്വയറിംഗ് മൂവബിൾ ആൻഡ് ഇമ്മൂവബിൾ പ്രോപ്പർട്ടീസ് by utilizing the utilizing the own fund of the society.
അതിനെപ്പറ്റിയാണ് പറയുക. അതായത് സംഘങ്ങൾ സ്ഥാവര ജംഗമ വസ്തുക്കൾ വാങ്ങുമ്പോൾ അതിൻ്റെ സംഘങ്ങളുടെ ഓൺ ഫണ്ട് ഉപയോഗിച്ച് തനത് ഫണ്ട്, സംഘങ്ങളുടെ തനത് ഫണ്ട് അല്ലെങ്കിൽ ഓൺ ഫണ്ട് ഉപയോഗിച്ച് സ്ഥാവര ജംഗമ വസ്തുക്കൾ വാങ്ങുമ്പോൾ നിർണ്ണയിക്കപ്പെട്ട പ്രകാരമുള്ള മാനദണ്ഡങ്ങൾ പാലിക്കേണ്ടതാണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇത്രയേ ഉള്ളൂ. 59(b)യിൽ പറഞ്ഞിരിക്കുന്നു. പർച്ചേസ് ഓഫ് മൂവബിൾ ആൻഡ് ഇമ്മൂവബിൾ പ്രോപ്പർട്ടീസ് ബൈ ദ സൊസൈറ്റീസ്. അപ്പോൾ ഓൺ ഫണ്ട് ഉപയോഗിച്ചായിരിക്കണം ഈ സംഘങ്ങൾ ഇത് അതിൻ്റെ മാനദണ്ഡങ്ങൾ അനുസരിച്ച് സ്ഥാവര ജംഗമ വസ്തുക്കൾ വാങ്ങേണ്ടത്. അപ്പോൾ ഇങ്ങനെ 59(a) 59(b) എന്ന് 2 സെക്ഷനുകളും കൂടെ 59 എന്ന് പറയുന്ന സെക്ഷന് ശേഷം വരുന്നുണ്ട്. ഇതാണ് മാറ്റങ്ങൾ അതിനകത്ത് വന്നിട്ടുള്ളത്. ഇനി നമുക്ക് ഒരു വലിയ മാറ്റം ആണ് അടുത്ത ക്ലാസ്സിലാണ് അത് പറയുന്നത്. അതായത് ഓഡിറ്റ് സംബന്ധിച്ച കാര്യം. 63, 64 വകുപ്പുകൾ ഓഡിറ്റിനെ പറ്റിയാണ് നമുക്കറിയാം. അതിനകത്ത് ധാരാളം വ്യത്യാസങ്ങൾ അല്ലെങ്കിൽ പുതുതായിട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. നമുക്കറിയാം ഇന്ന് സഹകരണ സ്ഥാപനങ്ങൾ നേരിടുന്ന പ്രശ്നങ്ങൾ, അതിൻ്റെ ആ സ്ഥാപനങ്ങളിൽ ഉണ്ടാകുന്ന തിരിമറികളും മറ്റും നമുക്ക് നമ്മൾ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടല്ലോ, എല്ലാവർക്കും അറിയാവുന്ന സംഗതിയാണ്. അപ്പോൾ അത് എങ്ങനെ അതിനെ നമുക്ക് നേരിടേണ്ടത് എങ്ങനെയാണെന്ന് ഈ നിയമത്തിൽ കൂടി അതിനുള്ള വഴികൾ, ഉപാധികൾ കൊണ്ടുവന്നിരിക്കുകയാണ്. അത് 63, 64 വകുപ്പുകളാണ് ഓഡിറ്റിനെ പറ്റി പറയുന്നത്. അതിനകത്ത് വന്നിട്ടുള്ള കാതലായ മാറ്റങ്ങളെപ്പറ്റി നമുക്ക് വളരെ വിശദമായിട്ട് പറയേണ്ടതിനാൽ അത് അടുത്ത ക്ലാസ്സിൽ ആകാം. അപ്പോൾ വീഡിയോ നിങ്ങൾ കേൾക്കുക, പലവട്ടം കേൾക്കുക, കാണുക. അതുപോലെ നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മറ്റ് സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യാം. സബ്സ്ക്രൈബ് ചെയ്യാത്തവരെ സബ്സ്ക്രൈബ് ചെയ്യുക. തീർച്ചയായിട്ടും ഇത് എല്ലാ ക്ലാസ്സുകളും നിങ്ങൾ കേട്ട് നോട്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വരുന്ന പരീക്ഷയ്ക്ക് പ്രയോജനപ്രദമാകും. അപ്പോൾ എന്തെങ്കിലും അഭിപ്രായങ്ങളുണ്ടെങ്കിൽ അതുപോലെ സംശയങ്ങളുണ്ടെങ്കിലുമൊക്കെ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക. ഓക്കെ, അടുത്ത ക്ലാസ്സിൽ കാണാം.